നിങ്ങളിൽ ഇരിക്കുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. ആ കർത്താവ് നമ്മിൽ ഇരിക്കുമ്പോൾ ആ കർത്താവിന്റെ ഇഷ്ടപ്രകാരം ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ അധ്യായത്തെ 4 വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെ കൊലോസ്യ സഭയിലുള്ള ദൈവജനത്തെ പറ്റിയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ആ ജനം എപ്രകാരമായിരിക്കണം, പൗലോസ് പ്രാർത്ഥിക്കുന്ന വിഷയത്തെ പറ്റി, ആ ദൈവസഭയിലുള്ള ജനത്തിൽ ഉണ്ടായിരിക്കേണ്ട പൗലോസ് ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾ, ദൈവസന്നിധാനത്തിൽ താൻ പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി, അങ്ങനെയുള്ള വിഷയങ്ങളെ പറ്റിയും 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിനെ പറ്റിയും 21 മുതൽ അവസാനത്തെ വാക്യം വരെ 29-ാമത്തെ വാക്യം വരെ ദൈവമക്കൾ എന്ന നിലയിൽ നാം ചെയ്യേണ്ട കടപ്പാടുകളും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയെ പറ്റിയും പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലെത്തി നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. പ്രൈസ് ലോർഡ്. പൗലോസിന് എടുത്തു പറയുവാനുള്ളത് സഭയെക്കുറിച്ച് സർവ്വലോകത്തിലും എന്നതുപോലെ നിങ്ങളുടെ ഇടയിലും നിങ്ങൾ ഫലം കായ്ച്ചു വർദ്ധിച്ചു വരികയാണ്. അതായത് കേട്ട ദൈവവചനത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉളവാകേണ്ട ചില കാര്യങ്ങളുണ്ട്. നാം ഫലം പുറപ്പെടുവിക്കേണ്ടവരാകുന്നു. സ്വതന്ത്രം അങ്ങനെ ഒരു ഫലം കൊലോസ്യ സഭയിലുള്ള ദൈവജനത്തിൽ നിന്ന് പൗലോസ് ആഗ്രഹിച്ചതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ താൻ എടുത്തു പറയുന്നത്. 9 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, പൗലോസിൻ്റെ ആഗ്രഹമാണ്, താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളാണ്. ആ ജനം അവർ ആത്മീയമായി സകല ജ്ഞാനത്തിലും വിവേകത്തിലും വളരണമെന്നും ദൈവത്തിൻ്റെ ഇഷ്ടം അവർ മനസ്സിലാക്കണമെന്നും സൽപ്രവൃത്തിയിൽ അവർ ഫലം കായ്ക്കണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വേണ്ടി വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നൊക്കെ പൗലോസ് അപേക്ഷിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ ജനത്തിന് ഇപ്രകാരമുള്ള രീതികൾ ഉണ്ടായിരിക്കണം, അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ അവർ അപ്രകാരം വളരണമെന്ന് പൗലോസ് അവിടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. 14 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ 20-ാമത്തെ വാക്യം വരെ യേശു കർത്താവിനെ കുറിച്ച്, അതായത് നമ്മൾ സേവിക്കുന്ന ജീവനുള്ള കർത്താവിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് താൻ പറയുന്നത്. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഭാവമോചനം നൽകുവാൻ പറ്റും, വീണ്ടെടുപ്പുണ്ട്, താൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്, സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനാകുന്നു, സർവ്വ ഭൂമിയിലും, അത് സ്വർഗത്തിലും ഭൂമിയിലൊക്കെ ഉള്ള ദൃശ്യമായത് അദൃശ്യമായത്, സിംഹാസനങ്ങൾക്കാകട്ടെ, കർത്തൃത്വങ്ങൾക്കാകട്ടെ, വാഴ്ചകൾക്കാകട്ടെ, അധികാരങ്ങൾക്കാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അതായത് കർത്താവിൻ്റെ കർത്തൃത്വത്തെയും കർത്താവിൻ്റെ യോഗ്യതകളെയും കർത്താവിൻ്റെ അധികാരത്തെയും പറ്റിയാണ് അവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് രേഖപ്പെടുത്തുന്നത്. ആരംഭം കർത്താവാണ്, മരിച്ചവരിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു, ഇങ്ങനെ തുടങ്ങിയ ചില കാര്യങ്ങളെക്കുറിച്ചാണ് പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നത്. 21 മുതൽ നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ നാം ചെയ്യേണ്ട ചില കടപ്പാടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ശരീരത്തിൽ തൻ്റെ മരണത്താൽ നമ്മെ നിരപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നാം എങ്ങനെയുള്ളവരാകണമെന്ന് 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്ന് കൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുൻപിൽ നിൽക്കും. അപ്പോൾ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കണമെങ്കിൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ആമേൻ. ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരായി സ്ഥിരതയുള്ളവരായി നമുക്ക് നിൽക്കുവാൻ കഴിയണം. അതുപോലെ തന്നെ സുവിശേഷത്തിൻ്റെ മർമ്മത്തെക്കുറിച്ച് തന്നെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം എന്ന് വെച്ചാൽ പ്രസംഗിക്കുക എന്നുള്ളതാണ്. അതാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അവിടെ എടുത്തു പറയുന്നുണ്ട്, എന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, നിങ്ങളോട് ആ സത്യം അല്ലെങ്കിൽ ആ മർമ്മം പറയുക. എന്താണ് ആ മർമ്മം? അത് ജാതികളുടെ ഇടയിൽ
ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്നതെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ മർമ്മമാണ്! മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് നാം കർത്താവിനെ അറിയണം, കർത്താവിന്റെ ഹിതം നാം മനസ്സിലാക്കണം. ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തേണ്ടത് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കാൻ ഒരു ദൗത്യമാണ് പൗലോസിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, താൻ അധ്വാനിക്കുന്നുണ്ട്. എന്താണ്? ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. ഒറ്റയൊരു മർമ്മമാണ് നിങ്ങളിൽ ഇരിക്കുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. ആ കർത്താവ് നമ്മിൽ ഇരിക്കുമ്പോൾ ആ കർത്താവിന്റെ ഇഷ്ടപ്രകാരം ചുവടുകളെ വെക്കുവാൻ കർത്താവ് നമ്മയൊക്കെ സഹായിക്കട്ടെ. ഈ വശങ്ങളാൽ ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.